ഇങ്ങനെയെങ്കിൽ ഈ കളിക്ക് ഞങ്ങളില്ലെന്ന് നമ്മുടെ പ്രതിപക്ഷം നിയമസഭയിൽ പറയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നില്ല. അതല്ലെങ്കിൽ യോദ്ധ സിനിമയിൽ തോറ്റുവന്ന ജഗതിയോട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ പറയുന്ന ആ രംഗമുണ്ടല്ലോ, ജനം അത് പറയാൻ തുടങ്ങും. തുടർച്ചയായി സഭയിൽ ഭരണപക്ഷത്തോട് ഏറ്റുമുട്ടി ദയനീയ പരാജയം ഏറ്റുവാങ്ങുകയാണ്. അറിവില്ലായ്മയും നുണയും വിളിച്ചു പറയുമ്പോൾ ഓർക്കുന്നില്ല മറുപുറത്ത് നല്ല ഗൃഹപാഠവുമായി വരുന്ന മന്ത്രിമാരും ഭരണപക്ഷ MLA-മാരും ആണെന്ന്. മിനിയാന്ന് PC വിഷ്ണുനാഥ് ദേശീയപാതയുടെ മുകളിലിട്ട കല്ല് മന്ത്രി P രാജീവ് ഫ്രീസറിൽ കയറ്റി. അന്ന് തന്നെ മന്ത്രി MP രാജേഷ് പ്രതിപക്ഷ നേതാവിന്റെ മയക്കുമരുന്നും കുപ്പിയിലാക്കി തിരിച്ചു കൊടുത്തു. ക്രമസമാധാന തകർച്ചയെന്നും പറഞ്ഞ് അടിയന്തര പ്രമേയ അവതരണാനുമതി തേടിയ N ഷംസുദ്ദീനെ മുഖ്യമന്ത്രി നേരിട്ട് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പഠിക്കാൻ കയറ്റി അംഗൻവാടി ക്ലാസ് നിലവാരത്തിലേക്ക് വിടുകയായിരുന്നു. ഇന്നലെ ഇതാ മാത്യു കുഴൽനാടന്റെ കുഴലും മന്ത്രി P രാജീവ് ഊരിക്കൊടുത്തു. ഭൂമിക്ക് മുകളിൽ ആകാശത്തിന് താഴെ സകലതും അറിയാമെന്ന ഭാവത്തിലിരിക്കുന്ന മഹാപണ്ഡിതനാണ്. ഇന്നലെ ഈസ് ഓഫ് ഡൂയിങ്ങിൽ കേരളം സേ പരീക്ഷ എഴുതും പോലെ തോറ്റു തൊപ്പിയിട്ടാണ് ഇരിക്കുന്നതെന്ന് ആധികാരികമായി സഭയിൽ പ്രസ്താവിച്ചു. രാജീവ് ഉണ്ടോ വിടുന്നു? ആ വീഡിയോ ഒന്ന് കേൾക്കൂ. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അസാധാരണ നൈപുണ്യമുള്ള ആളാണ് നമ്മുടെ മൂവാറ്റുപുഴ അംഗമെങ്കിലും രേഖയെ കിടക്കാൻ പാടില്ല. അദ്ദേഹം പറഞ്ഞു, മൂവാറ്റുപുഴ അംഗം ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മൾ റാങ്കിൽ വന്നിട്ടില്ല, അതെന്തോ സേ പരീക്ഷ എഴുതിയ പോലെയാണ്, നമ്മൾ ആസ്പിരന്റിലാണ് വന്നിരിക്കുന്നതെന്ന് അദ്ദേഹം ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുകയുണ്ടായി. അത് അദ്ദേഹം നിൽക്കുന്നത് 2020 റാങ്കിങ്ങിലാണ്. അതിൽ അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ്, നമ്മൾ ആസ്പിരന്റിലായിരുന്നു. ഇപ്പോൾ ഈ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇപ്പോൾ ബിസിനസ് റിഫോംസ് ആക്ഷൻ പ്ലാനാണ്, BRAP ആണ്, 2021 മുതൽ തന്നെ. അതിൽ നമ്മൾ അദ്ദേഹം പറഞ്ഞ അന്ന് ശരിയായിരുന്നു, അന്ന് നമ്മൾ ആസ്പിരന്റ് ആയിരുന്നു, എമർജിങ് ആസ്പിരന്റ് അച്ചീവർ ടോപ്പ് അച്ചീവറാണ്, അന്ന് അതായിരുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ റാങ്കിങ്ങിൽ നമ്മൾ ഒന്നാമതായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് അച്ചീവർ സ്ഥാനത്തിൽ നമ്മൾ ഏറ്റവും 9 എണ്ണത്തിൽ ഒന്നാമതായിട്ടാണ് നമ്മൾ അംഗീകരിക്കപ്പെട്ടത്. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ആധികാരികമെന്ന മട്ടിൽ അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന് അസാധാരണമായ നൈപുണ്യമുള്ളതിനാൽ ഇക്കാര്യം നിയമസഭാരേഖയിൽ ഉണ്ടാകുമെന്നതിനാലാണ് ഞാൻ ഒരു വിശദീകരണം നൽകുന്നത്. അദ്ദേഹം 2020 റാങ്ക് ലിസ്റ്റിന് ശേഷമുള്ള പട്ടിക കണ്ടില്ലെന്നാണ് തോന്നുന്നത്. ഏറ്റവും പുതിയ റാങ്കിങ്ങിൽ 9 എണ്ണത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിക്കൊണ്ടാണ് കേരളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് റീഫോംസിൽ ഒന്നാമതെത്തിയത്. രണ്ടാമതുള്ള ആന്ധ്രാപ്രദേശിന് 5 എണ്ണത്തിലാണ് ഒന്നാമതെത്താൻ സാധിച്ചത്. തുടർന്ന് രാജീവ് പറഞ്ഞു, ഇതാ ചരിത്രത്തിലാദ്യമായി മുസോറിയിലെ IAS അക്കാദമിയിൽ ക്ലാസ് എടുക്കാൻ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ നിന്നല്ലാതെ പുറമെ ഇതാദ്യമായി വ്യവസായ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചിരിക്കുന്നു. അത് കേരളത്തിൽ നിന്നാണ്. KSIDC MDയാണ്. വിഷയം വ്യവസായ വികസനത്തിനുള്ള ഈസ് ഓഫ് ഡൂയിങ് കേരളത്തിന്റെ അനുഭവം പങ്കിടാനാണ് വിളിക്കുന്നത്. അവിടെയും തീരുന്നില്ല, രാജീവ് പറയുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി അമേരിക്കൻ സൊസൈറ്റി ഓഫ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്ന നോവൽ ഇന്നൊവേഷൻ പ്രോഗ്രാമിലേക്ക് കേരളത്തെ ക്ഷണിച്ചിരിക്കുന്നു. 152 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിലേക്കാണ് കേരളത്തിന് ക്ഷണം. ദാവോസിൽ ആന്ധ്ര മുഖ്യമന്ത്രി കണ്ടപ്പോൾ കേരളത്തെക്കുറിച്ച് പറഞ്ഞ അനുഭവം കൂടി രാജീവ് പങ്കുവച്ചതോടെ പ്രതിപക്ഷത്തിന്റെ ഗ്യാസ് തീർന്നുപോയി. അതുകൂടി കേൾക്കാം. 5 എണ്ണത്തിൽ ആന്ധ്രാപ്രദേശ് അവർ രണ്ടാമതായിരുന്നു. ഇപ്പോൾ ദാവോസിൽ വെച്ച് ശ്രീ ചന്ദ്രബാബു നായിഡുവിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ആദ്യത്തെ പ്രതികരണം, ഞങ്ങളുടെ സ്ഥാനം നിങ്ങളല്ലേ തട്ടിയെടുത്തത്, ഞങ്ങൾ തിരിച്ചു പിടിക്കുമല്ലോ എന്നാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം. ഇതേവരെ ആന്ധ്രയായിരുന്നു ഒന്നാം സ്ഥാനം. എന്ന് വെച്ചാൽ നമ്മൾ വ്യവസായത്തിൽ ഒന്നാം സ്ഥാനമായെന്നല്ല നമ്മൾ പറയുന്നത്, വ്യവസായത്തിന്റെ സൗഹൃദ അന്തരീക്ഷത്തിൽ ഈ റിഫോംസ് പ്ലാനിൽ നമുക്ക് അംഗീകാരം കിട്ടി. ഇതാണ് അവസ്ഥയെങ്കിൽ ഈ പ്രതിപക്ഷം എന്തു ചെയ്യും? സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ മല പോലെ വന്നതാണ്, കഴിയുന്നതിന് മുൻപേ എലിയെ പോലെ പോകേണ്ടുന്ന ഗതികേട്. അതല്ലെങ്കിൽ ചെന്നിത്തലജിയെ പോലെ കാവടി വേഷം കെട്ടി പറ്റുമെങ്കിൽ നാവിൽ ശൂലവും കുത്തി ഹരഹരോ എന്ന് വിളിച്ച് തീർത്ഥാടനത്തിന് പോകാം.